ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഏതായാലും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആദിക്കുട്ടൻ ഏതായാലും ശ്രുതിനെ കണ്ടു. ശ്രുതിനെ കണ്ടതും ആൻറ്റി എന്ന് വിളിച്ചു നിൽക്കുന്ന ഒരു സീന് എല്ലാവരും ആൻറ്റി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. എല്ലാവരും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി. ഏതായാലും ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം തീർന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ ആൻറ്റി എന്ന് വിളിച്ചതും നമ്മുടെ ശ്രുതി ഒന്ന് നോക്കിയിട്ടോ. ആരെ? ശ്രുതിയുടെ അമ്മേനെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പം ശ്രുതിനെ പരിചയമുണ്ടോ ആ കുട്ടിക്ക് എന്ന മട്ടിലാണ് നമ്മുടെ ശ്രുതി നിന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കാണെങ്കിൽ അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആൻസർ പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ശ്രുതി നിന്നത്. അപ്പം ചന്ദ്രൻ വന്ന് ആ കുട്ടിക്ക് ശ്രുതി നിന്നെ പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ കയറി അങ്ങോട്ട് ഇടപെട്ടു. ഓടി ചെന്ന് കുട്ടീനെ എടുത്തിട്ട് നിൽക്കുന്നത് രേവതി ആൻറ്റി, ഇത് രേവതി ആൻറ്റിയുടെ അനിയത്തി ദേവു ആൻറ്റി, ഈ നിൽക്കുന്നത് ശ്രുതി ആൻറ്റി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ തന്നെ പറഞ്ഞു, ഇവനുണ്ടല്ലോ എല്ലാവരുമായിട്ട് പെട്ടെന്ന് അടുക്കുന്ന കൂട്ടത്തിലാ, അതുകൊണ്ടാ ഈ നിൽക്കുന്ന കുട്ടീനെ ആൻറ്റി എന്ന് വിളിച്ചത്. ഇവൻ എല്ലാവരെയും ആൻറ്റി മാമ എന്നൊക്കെ വിളിക്കും. ആൻറ്റി അങ്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇവന് ജീവനാ, അതുകൊണ്ട് തന്നെ കാണുന്നവരുമായിട്ട് പെട്ടെന്ന് ഇവനങ്ങ് അടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കി അങ്ങ് വിട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കുട്ടി പറഞ്ഞു, അല്ല ഇത് കല്യാണി ആൻറ്റി അല്ലേ, കല്യാണി ആൻറ്റി എന്താ ഇവിടെ എന്ന മട്ടിലാണ് ചോദിച്ചത്. എന്നാണ് ചോദിച്ചത്. ഇത് കേട്ട ഉടനെ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ടൊരു ആളലങ്ങ് കയറിയില്ലേ. ശ്രുതിയുടെ മാത്രമല്ല, അവിടെ നിന്നവരുടെ മനസ്സിൽ നിന്ന് വീണ്ടും ഒരാളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ മോനെ, ഇത് നമ്മുടെ ആൻറ്റി അല്ല, കല്യാണി ആൻറ്റി അല്ല, കല്യാണി ആൻറ്റിയുടെ ഏകദേശം ഷേപ്പുള്ളൊരു വേറെ ആൻറ്റിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറെ ആൻറ്റിയോ? വേറെ ആൻറ്റിയാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് ശ്രുതിയുടെ അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ രേവതി മോളെ, ഞാൻ പോകുകയാണ് കേട്ടോ. എനിക്ക് ഏതായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പം തന്നെ നേരെ സന്ധ്യയാകാറായില്ലേ, ഇനി ഞാൻ നേരെ ഉച്ചയായില്ലേ, ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പം നേരം സന്ധ്യയാകും. അത് കഴിയുമ്പോഴത്തേക്കും അറിയാലോ, മോനെയും കൊണ്ട് അങ്ങ് രാത്രിയൊക്കെ ആവും ചെല്ലുമ്പം, അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി വന്ന് ആദിക്കുട്ടനെ അങ്ങോട്ട് എടുത്തിട്ട്, എടാ നീ വന്നിട്ട് ഞാനൊന്നും എടുത്തില്ലല്ലോടാ, ഇങ്ങ് വന്നേടാ കൊച്ചു കള്ള, നീ ഹീറോ അല്ലായിരുന്നോ? ഹീറോ അന്ന് നിന്റെ രേവതി ആൻറ്റി വീണ് കഴിഞ്ഞപ്പോൾ നീ അല്ലേടാ കള്ള രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്നു. അപ്പം രേവതി ആണെങ്കിലും കൊച്ചിനെ ഒത്തിരി ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ. ആൻറ്റി വേറൊരു ദിവസം വരാട്ടോ, ആൻറ്റി മോൻ്റെ കൂടെ കളിക്കാൻ വരാം, ഇപ്പം മോൻ വീട്ടിൽ പൊക്കോട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കൊഞ്ചിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രുതിയും നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ. ആ കുട്ടിയുടെ അടുത്ത് എല്ലാവർക്കും ഒരു ചെറിയൊരു വാത്സല്യം ഉള്ളതുപോലെ. ഇതൊക്കെ കണ്ടിട്ട് കുറ്റബോധം കൊണ്ട് ഇതാരാന്ന് പറയാനും പറ്റില്ല, തൻ്റെ മകനല്ല, അവരെ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കുറ്റബോധം കാരണം സത്യം പറഞ്ഞാൽ കുറ്റബോധം കൊണ്ട് ചങ്ക് പൊട്ടി നിൽക്കുന്ന ശ്രുതി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അമ്മയ്ക്ക് ആ കുട്ടീനെയും കൊണ്ട് പോകണം. അങ്ങനെ വാ മോനെ പോകാമെന്നും പറഞ്ഞ് അവർ കൊഞ്ചിച്ചോണ്ടിരുന്ന ഇടത്ത് നിന്ന് ആ കുഞ്ഞിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അതിനിടയിൽ ആ കുഞ്ഞ് ശ്രുതിനെ തന്നെ നോക്കുകയാണ് കേട്ടോ. ശ്രുതിനെ തന്നെ തിരിഞ്ഞു നോക്കിയാ പോകുന്നത്. ശ്രുതിയുടെ മനസ്സിലെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ മകനായിട്ട് പോലും തനിക്ക് എല്ലാവരുടെയും മുമ്പിൽ മറച്ചു പിടിച്ച് നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ അതൊരു അമ്മയ്ക്കോ ഒത്തിരി വേദനയുള്ള കാര്യമാണ്. പക്ഷേ ശ്രുതിക്ക് നേരായ മാർഗം വേണമെങ്കിൽ സ്വീകരിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മയും കുട്ടി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല ശ്രുതിക്ക്. ശ്രുതി പറഞ്ഞു, അതെ ആൻറ്റി ഞാനും പോകുക ആൻറ്റി, എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ട്, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഒരു കസ്റ്റമർ എന്നെ വിളിച്ചായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ, അയ്യോ മോളെ ഫുഡ് കഴിക്കാതെ, അതൊന്നും സാരമില്ല ആൻറ്റി, ഞാനിനി ഇങ്ങോട്ടേക്ക് തന്നെ വരാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നവരോടൊക്കെ നമ്മുടെ ശ്രുതി യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി കേട്ടോ. കാരണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രുതിയുടെ സമനില തെറ്റിപ്പോവും. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയായി പോയി ശ്രുതിക്ക്. അപ്പോൾ ഇതേ സമയം നമ്മുടെ രേവതിക്ക് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അനുഗ്രഹവും പൂവൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുകയും അങ്ങനെ രേവതിയുടെ അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുകയും അതുപോലെ അച്ഛമ്മയുടെയും ഒക്കെ കാലിൽ തൊട്ട് തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ ആ വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ്.
അപ്പോൾ എല്ലാവരും പോയി, അതായത് അവിടുത്തെ ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പോയി. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോയത് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. അപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അങ്ങോട്ടേക്കാണല്ലോ ശ്രുതിയുടെ അമ്മയും മകനും പോയിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നു, സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് വല്ലാത്ത കുറ്റബോധം കാരണം തന്നെയാണ് മോനെ കാണാൻ വേണ്ടി ചെന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അല്ല സോറി ശ്രുതിയുടെ അമ്മ കണ്ടു. ശ്രുതിയുടെ അമ്മ കണ്ടിട്ട് നീ എന്താടി ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ലമ്മേ. അല്ല മോന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നാണ് ആദ്യമേ കുട്ടീനെ കണ്ടപ്പം ചോദിച്ചത്. അപ്പം കഴിച്ചായിരുന്നു ആൻറ്റി, ഞാനേ അവിടുന്ന് കഴിച്ചായിരുന്നു, രേവതി ആൻറ്റി എനിക്ക് പായസമൊക്കെ തന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ അറിയാലോ അമ്മയ്ക്ക്, ഒരിക്കലും ഇനി അമ്മ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞപ്പം ഇത് പറയാനാണോ നീ ഇവിടം വരെ വന്നത്? ഇല്ല ഞാൻ വരില്ല, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിന്റെ മനസ്സിൽ വന്ന ഈ പേടിയുണ്ടല്ലോ, ഈ പേടി തുടരെ തുടരെ നിന്നെ പിന്തുടരും. അത് നീ ഒന്ന് മനസ്സിലാക്കണം. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് നീ വിവാഹം കഴിക്കുന്നത് എങ്കിൽ ആ കുടുംബത്തിൽ പേടിക്കാതെ സമാധാനത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റൂലോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും നീ അവിടുത്തെ മരുമകളായിട്ട് വരാൻ പോകുന്നവളാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ രേവതി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല മോളെ. അത് ശരിയല്ല. കാരണം അവള് എനിക്ക് അത്ര പ്രിയപ്പെട്ടവളാ. ഓഹോ, അമ്മയ്ക്ക് എന്നേക്കാളും പ്രിയപ്പെട്ടവളാണോ ഇപ്പോൾ അവള്? അത് പിന്നെ വേറൊന്നും കൊണ്ടുമല്ല, നിന്റെ മകനില്ലേ ഇവന് എങ്ങനെയാണെന്ന് അറിയാമോ? ആ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു വണ്ടി വന്ന് ഇടിക്കാൻ പോയി എന്നൊക്കെ. അന്ന് രക്ഷപ്പെടുത്തിയത് രേവതിയാ. എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? അതുമല്ല, നീ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ നടന്ന് പലരുടെയും മുമ്പിൽ ഇവൻ മകനല്ല എന്ന് പറയുന്നു. നീ ഒന്ന് ഓർത്തു നോക്ക്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കാലശേഷം ഇവൻ ഒറ്റയ്ക്കായി പോവില്ലേ? സത്യമായിട്ടും അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് മോളെ എന്ന് പറയുമ്പം അമ്മ ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കാരണം അമ്മ എന്നെ ഒരു കുഴിച്ചതിയിലേക്ക് തള്ളിയിട്ട പോലെ ഒരിക്കലും ഞാൻ എൻ്റെ മകന് ഒരു കുഴിച്ചതിയിലേക്കും തള്ളിവിടില്ല. അമ്മ എന്നെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഒരു കുഴിച്ചതിയിലേക്ക് തള്ളിവിട്ടു. അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഇവനെ ഞാൻ എന്നും ചേർത്ത് പിടിക്കും. ഞാൻ പറഞ്ഞു, തൽക്കാലം എനിക്കൊരു പിടിച്ചു നിൽപ്പ് വേണം, അതിനുവേണ്ടി മാത്രമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എൻ്റെ മോനും കൂടെയാന്ന് അത് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വാക്ക് പറയുമ്പോഴത്തേക്കും, അതായത് എന്നെ കുടിച്ചതിയിലേക്ക് തള്ളിവിട്ടു എന്നൊക്കെ ശ്രുതിയുടെ അമ്മയോട് പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയ്ക്ക് ഒരു ചെറിയ വിഷമമായി പോകും. അങ്ങനെ പറഞ്ഞു, അല്ല മോളെ, നീ വിഷമിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതൊന്നും അല്ല. അതല്ല, നീ ഒന്ന് ഓർക്കണം, പേടിച്ച് നിന്റെ ജീവിതം അവിടെ അവസാനിക്കരുത്. നീയും നിന്റെ മകനും അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ലയെന്ന് പറയുമ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ എൻ്റെ മകൻ എന്ന് വിളിച്ചു പോവരുത്. ആരെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിക്കില്ലേ? അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഞാൻ അമ്മേനെ ബസ് കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞപ്പോൾ, എടി മോളെ കല്യാണി, നീ പേടിക്കൊന്നും വേണ്ട, ഞാനിനി പോവില്ല. ഞാനിനി രേവതിയുടെ വീട്ടിൽ പോകാതിരുന്നാൽ പോരെ? അവർ വിളിച്ചാൽ തന്നെ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കോളാം. അതുകൊണ്ട് നീ ഒരു കാര്യം നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ അറ്റവും മൂലയും മുറിയും ഒക്കെ കേട്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അതാരാണ്? നമ്മുടെ ശ്രുതിയുടെ ശത്രുവായ ഒരു മാനേജർ ഉണ്ടല്ലോ, മേഡം, നമ്മുടെ ശ്രുതിയുടെ മേഡത്തിൻ്റെ മാനേജർ. അതായത് നമ്മുടെ ശ്രുതിക്കാരണം അടിച്ചു പുകച്ച ആ ഒരു വൃത്തികെട്ട മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അയാൾ അവിടെ നിൽക്കുകയും എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ, എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന രീതിയിലാണ് അയാൾ അവിടെ നിന്നത്. അപ്പോൾ കല്യാണി എന്ന അമ്മ വിളിക്കുന്നത് കേൾക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു മാനേജർ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇവളുടെ പേര് ശ്രുതി എന്നല്ലേ, കല്യാണി എന്ന് ഇവളുടെ അമ്മ വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടല്ലോ, എന്തോ വശവശ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും വണ്ടി വന്നു, ബസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി അല്ല സോറി ശ്രുതിയുടെ അമ്മ കുട്ടിയായിട്ട് ബസ്സിൽ കയറി. ആ ബസ്സിൽ തന്നെ നമ്മുടെ ആരാ കയറുന്നത്? ആ മാനേജർ കയറുകയാണ്. കാരണം വേറൊന്നിനുമല്ല, പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം, എല്ലാ കാര്യങ്ങളും അറിയണം. എല്ലാ കാര്യങ്ങളും അറിയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കല്യാണം മുടക്കുക എന്നതാണല്ലോ അയാളുടെ ലക്ഷ്യം. അന്ന് നമ്മുടെ ശ്രുതി അടിച്ചാടി അയാൾ ഒരിക്കലും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം, അതാണ് അയാളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് കേട്ടോ അയാൾ വണ്ടിക്കകത്തേക്ക്, അതായത് ശ്രുതിയുടെ അമ്മയും മകനും പോകുന്ന വണ്ടിക്കകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ ആ ബസ്സിൽ അവരുടെ കൂടെ ചെന്നിട്ട് അവരുടെ ആ ഒരു പ്രദേശത്തേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. അവിടെ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് കയറിയത്. എന്നിട്ട് ആ പ്രദേശത്ത് തന്നെയാണ് ചെന്ന് ഇറങ്ങുന്നത്. ആ പ്രദേശക്കാർക്ക് മൊത്തം അറിയാം
ഈ പറയുന്ന നമ്മുടെ ശ്രുതിയുടെ പേര് കല്യാണി എന്നാണെന്നും ഒരു വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ടെന്നും ഏതായാലും അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രുതിയുടെ എല്ലാ വിവരങ്ങളും കിട്ടും. ഏതായാലും ഇത് കഴിഞ്ഞ് നേരെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രുതിനെ തന്നെയാണ്. ശ്രുതിയാണെങ്കിൽ വീട്ടിൽ ചെന്നു കൂട്ടുകാരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടതും കൂട്ടുകാരി ഞെട്ടി. കൂട്ടുകാരി പറഞ്ഞു, ഹോ, ഞാൻ വരാത്തത് ഭാഗ്യം, ഇല്ലായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഞാനും സാക്ഷിയാകേണ്ടി വരുമായിരുന്നു. അതുമല്ല, ദേ അവനില്ലേ നിന്റെ മകന്, എന്നെ കണ്ടതേ ഓടി വന്നിട്ട് ആൻറ്റി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഏതായാലും രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. നീയാണല്ലോ അങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഞാൻ വരാത്തോണ്ട് ദേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങി. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം കുഴഞ്ഞേനെ. എടി, നിന്റെ അമ്മ പറഞ്ഞതാടി ശരി. നീ ഒരു കാര്യം ചെയ്യ്, സത്യങ്ങളൊക്കെ ശ്രുതിയോട് പറയാൻ നോക്ക്. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞപ്പം ഇതൊന്നുമല്ല പ്രശ്നം, ആ രേവതി തന്നെയാണ് പ്രശ്നം. ആ രേവതിയും അമ്മയും തമ്മിൽ ബന്ധമുള്ള കാലം അത്രയും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പേടിക്കണം. അത് വിവാഹം കഴിഞ്ഞാണെങ്കിലും ഞാൻ പേടിക്കണം. രേവതി എപ്പോഴും അമ്മേനെ വീട്ടിലേക്ക് വിളിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ രേവതിയായിട്ട് എന്താ എനിക്ക് പറ്റാമെന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നത് വേറൊന്നുമല്ല, നീ ഒരു കാര്യം ചെയ്യുക, അവിടെ രേവതി ഉണ്ടെങ്കിൽ നീ അവിടെ താമസിക്കണ്ട, നീ വീടെടുത്ത് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുക. വിവാഹം കഴിഞ്ഞ ഉടനെ നമ്മളൊക്കെ പറയുന്നത് ഈ ആണുങ്ങൾ പെട്ടെന്ന് കേൾക്കും. അത് ഹണിമൂണൊക്കെ കഴിഞ്ഞ് വരുന്നതിന് മുമ്പൊക്കെ ആയിരിക്കണമെന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഒരു വീടെടുത്ത് നിനക്ക് മാറിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഹേയ്, ഒരിക്കലും അത് ശരിയാവില്ല, നിനക്കറിയില്ല ബന്ധങ്ങളുടെ വില. ഞാൻ ബന്ധുക്കളും സ്വന്തുക്കളും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും എനിക്കൊരു നിലനിൽപ്പ് വേണം, ബന്ധങ്ങൾ വേണം. ആ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് കണ്ടിട്ട് തന്നെയാണ് ആ കുടുംബത്തിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്. പിന്നെ ബാക്കി എല്ലാവരെയും കയ്യിലെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഒരിക്കലും അവിടെ ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയല്ല പോകുന്നത്. എനിക്ക് അവിടെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് വേണ്ടപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മായിയമ്മയുടെ കാര്യം അറിയാമല്ലോ. പുള്ളിക്കാരി എനിക്ക് എത്ര രൂപയാണ് തന്നേക്കുന്നതെന്ന് അറിയാമല്ലോ. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരിക്കലും ഞാൻ ആരെയും ചതിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയൊരു ഒരു തീരുമാനമൊന്നും വേണ്ട. പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷനായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ സച്ചിനെയാണ് കേട്ടോ. അപ്പോൾ സച്ചി വീണ്ടും ഊടായ്പ് തുടങ്ങി. സച്ചി ഏതായാലും ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ചാടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓട്ടത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഏതായാലും അച്ചമ്മ സമ്മതിക്കുന്നില്ല. അച്ചമ്മ പോകണ്ട എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരു തരത്തിൽ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അവൻ 8 മണിക്ക് വരുമല്ലോ, 8 മണിക്ക് വരുവാണെങ്കിൽ പൊക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഏതായാലും ഈ 8 മണിക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം. ഏതായാലും 8 മണിക്ക് വരുമൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പോകുന്നില്ല. അതൊരു വലിയ ട്വിസ്റ്റായിട്ട് മാറുകയാണ്. അപ്പം അതേതായാലും ഇനിയിപ്പം നാളെ കാണിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. അപ്പോൾ ശാന്തി മുഹൂർത്തത്തിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും. ജനറൽ പ്രമോയ്ക്കകത്ത് നമ്മുടെ ചന്ദ്ര തെന്നി അടിച്ചു വീഴുന്നതൊക്കെ കണ്ടില്ലേ. ഏതായാലും ചന്ദ്ര തന്നെ ചന്ദ്രയ്ക്കൊരു നല്ല 1.5 പണി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും കാത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിനെ സച്ചി ഭാര്യയായി അംഗീകരിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഞാനപ്പോൾ ഒരുപാട് മുന്നിലേക്ക് പോകുന്നില്ല. മുന്നിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾക്കും കാണാനുള്ള ആ ഒരു എല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ത്രില്ല് അങ്ങ് പോകില്ലേ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം. പിന്നെ നമ്മുടെ ലൈവിൽ 9 മണിക്ക് വരും, മറക്കരുത് കേട്ടോ. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വരണം കേട്ടോ. കുറച്ച് പേരൊക്കെ ഇപ്പം വരുന്നുള്ളൂ ലൈവിൽ. നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറച്ച് നിമിഷം നിങ്ങളുമായിട്ട് ചിലവഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. നമുക്ക് ഈ ചാനലിൽ ലൈവ് ഒന്നും പോകാൻ പറ്റും, പക്ഷേ നമ്മൾ ലൈവ് ഒന്നും പോകാറില്ല. അല്ലാതെ നമ്മൾ വേറൊരു ചാനൽ തുടങ്ങിയത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ. നിങ്ങളുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് വേറൊരു ചാനൽ വേണം. അല്ലാതെ ഇതിൽ നമുക്ക് വിശേഷങ്ങൾ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയുടെ മുകളിലായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണേ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് കഴിയുമ്പം അതിനകത്ത് വീഡിയോ, ഷോർട്ട് വീഡിയോ, അങ്ങനെ പോസ്റ്റ് എന്നൊക്കെയുണ്ട്. അപ്പോൾ അതിൽ പോസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാം. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പുതിയ ചാനലിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.